ഇഷ്ടപ്പെട്ടു. നല്ലതാണ്, പൊളിയാണ്. അല്ലെ, ആ വൈബ് കാണാനല്ലേ എല്ലാരും ചിരിക്കായിരുന്നു കുറെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അല്ല, നിങ്ങൾക്ക് തന്നെ ഒക്കെ മനസ്സിലാവുള്ളൂ അവിടെ നിന്നുള്ള ചിരികള്, വൈബ്, ഓളൊക്കെ തിയേറ്ററിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മള് ഫസ്റ്റ് ടൈമാണ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. നമ്മൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താ പറയാ, നിങ്ങള് ശരിക്കും കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. റംസാൻ പറയുന്നു ബാക്കി നമ്മുടെ ഹീറോ ആൻഡ് ഹീറോയിൻ. റംസാൻ വരും, മുന്നോട്ട് വരും. ഈ നായക പരിവേഷമാണ്, എങ്ങനെയുണ്ട് തോന്നുന്നു? അല്ല, ഞാനിത് ഇന്റർവ്യൂസിൽ എല്ലായിടത്തും പറഞ്ഞാണ്, ഇതൊരു എന്നെ മുന്നിൽ നിർത്തിയെങ്കിലും ഇത് എല്ലാവരുടെയും സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്പേസ് ഉണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ താരങ്ങളാൽ സമ്പന്നമായ ഒരു ഫിലിമാണ് അത്. നായക വേഷത്തിൽ എത്തുമ്പോൾ അത് എങ്ങനെ? ഭയങ്കര സന്തോഷം. അതിൽ കൂടുതൽ ഇപ്പം ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സിനിമ കണ്ടിട്ട് ഓഡിയൻസ് ആണ് പറയുന്നത്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്നും നാളെ ഞങ്ങൾക്ക് എന്താണ് അവരുടെ അഭിപ്രായം, അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കും. ഓഫീസർ സാർ രണ്ടു വാക്ക് പറയും. കലക്കിയിട്ടുണ്ട്, കലക്കി പൊള്ളിച്ച്. എന്നാലും കുറെ എക്സ്പ്രഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഭയങ്കര മികത്ത് വർക്കായിട്ടുണ്ട്. അടിപൊളി. സംശയം തീർന്ന പടം കയറി വിജയിക്കട്ടെ. ചേച്ചി രണ്ട് ഒന്നുകൂടി പറയൂ. എന്താടാ, എന്തെങ്കിലും ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു ഒന്ന് കുറച്ച് പേരായിട്ട്. ഇന്നാണ് ആദ്യമായിട്ട് ഇരുന്നിട്ട് എല്ലാവരും കൂടി കാണുന്നത്. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് കാണുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ തമാശകൾ നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങൾ റിയാക്ഷൻസ് ഇടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഓക്കെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ള സാധനം നമുക്ക് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേനും അവിടെ നിന്ന് പറയുന്നു ഓക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇനി ബാക്കി നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഹാപ്പിയാണ്. അതെ, ജീവയ്ക്കും പിന്നെ ആർക്കും അറിയിച്ചിട്ടും വേറെ കുറച്ച് പേർക്ക് മാത്രം ഇതിൽ മറ്റേ 48 ഫ്രെയിംസിൽ നല്ല കിടിലൻ സാധനങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ. ജീവ എപ്പോഴും ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുന്ന ആളാണ് ഓഫ് ദയിൽ കാണാം. അപ്പൊ ഇതില് ഭയങ്കര സീരിയസ് ആയിട്ട് ഫിഗർ പിടിച്ച് നിൽക്കണ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കുറച്ച് അല്ല, അത് ബിബിൻ നന്നല്ലേ. അപ്പം അത് അത്രയും വൃത്തിക്ക് വിചാരിച്ച പോലെ ചെയ്തു കൊടുക്കണമെന്നുണ്ട്. പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ട്. അറിയത്തില്ല, നീ കണ്ടിട്ട് ഓരോരുത്തരായിട്ട് പറയട്ടെ നമ്മൾ ചെയ്തത് വർക്കായോ ഇല്ലയെന്ന് പ്രേക്ഷകരാണ് പറയേണ്ടത്. സന്തോഷം. അങ്ങനെയാണ് മാത്രമേ ഇനി ഇതുപോലെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡൻസ് കിട്ടുള്ളൂ. എന്തായാലും ഇതുവരെ കിട്ടിയ റെസ്പോൺസ് സന്തോഷം. ഇത് വലിയ പ്രേക്ഷകരിലേക്ക് എത്താൻ ഞാനും വെയിറ്റ് ചെയ്യണം. കുറേ ആൾക്കാർ സാഹസം കാണട്ടെ, ധോണിയെ കാണട്ടെ, എല്ലാവരുടെ പെർഫോമൻസിനെ പറ്റി പറയട്ടെ, അതാണ് ആഗ്രഹം. ഈ കാട്ടുകോഴി രണ്ടു വാക്ക് പറയും. എന്ത് പറയാനില്ല, റെസ്പോൺസ് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇന്നലെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താണ് പറയുക, ഒരുപാട് സ്ഥലത്ത് എന്താ പറയുക ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഭയങ്കര രസമായിട്ട് റെസ്പോൺസ് ചെയ്തു. അതിന് ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ കണ്ടിട്ട് പറയാം. ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, എനിക്ക് തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ പടം നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷെ എപ്പോഴും നമ്മൾക്ക് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ പുറകിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ജഡ്ജ്മെൻറ്റും സംശയങ്ങളും ആയിരിക്കും. ഇത് വർക്കാവുമോ അത് വർക്കാവുമോ എന്നുള്ളത്. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾക്ക് റെസ്പോൺസും കൈയടിയും വന്നു. അത് ഒരുപാട് സന്തോഷം. ഇനി കൂടുതൽ ആൾക്കാർ കാണട്ടെ, കണ്ടിട്ട് അറിയിക്കട്ടെ. എന്നാലും മാമുണ്ണാൻ പറ്റുള്ളൂ. അടുത്ത ആളുടെ അല്ല, ഈ കാട്ടുകോഴിക്ക് വല്ല റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ അധികം കാട്ടുകോഴി പണ്ടത്തെ ജീവൻ തന്നെ റെഫറൻസ്. ട്രൂ സ്റ്റോറി ഇവന്റ്സ് ആണ് എഴുതിയുണ്ടാക്കിയതല്ലേ. എന്തായാലും അത് ബാക്കി ഇനിയും കാണട്ടെ. കേരളത്തിൽ ഇനിയിപ്പം ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്താണ് റെസ്പോൺസ് എന്ന് നോക്കാം. ഇവിടെ എന്തായാലും ഈ ഷോയ്ക്ക് സക്സസ് ആണ്. മൊത്തം കളറാണ്. മൊത്തം കുറെ അധികം കളർ ഇവന്റ്സിന്റെ കുറെ എൻട്രി. ബൈച്ചേട്ടൻ വന്നിട്ടില്ല. ബൈച്ചേട്ടൻ്റെ അല്ല, ഓരോരുത്തർ ഭാഗത്ത് ആടിന്റെ ഷൂട്ടിലാണ്. അങ്ങനെ ഓരോരുത്തർ ബാബുച്ചേട്ടൻ യുഎസിലാണ്, പലരും സ്ഥലത്തില്ല. പക്ഷെ അവരെല്ലാവരെയും വിളിച്ച് പറയും ഒന്ന് തിയേറ്ററിൽ ഒന്ന് പടം കാണണം എന്നുള്ളത്. കാരണം ഭയങ്കര രസമാണ്. ഇത്രയും ഓഡിയൻസിന്റെ റെസ്പോൺസ് ഭയങ്കര ഹാപ്പിയാണ്. കുറെ ക്യാമ്യൂസ് ഉണ്ട്. അൽത്താഫ്റുണ്ട്, അജുചേട്ടനുണ്ട്. അത് നമ്മൾ ട്രെയിലറിൽ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും സസ്പെൻസ് ഒന്നുമില്ല.